വാർത്താ സമ്പന്നമായ ഒരു ദിനത്തിലേക്ക് നമ്മൾ കാലെടുത്ത് വെക്കുകയാണ്. ഇന്ന് ഒരുപാട് വാർത്തകളുണ്ട്. തലസ്ഥാനത്ത് ചില പ്രത്യേക സംഭവ വികാസങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നലത്തെ ഒരു റെയ്ഡിന്റെ ഒരു മൊത്ത ചിത്രം എന്ന് വെച്ചാൽ ഒരു ക്രമസമാധാനം കയ്യിലെടുത്തൊരു ഒരു രക്തസാക്ഷി സൃഷ്ടിക്കാനുള്ള ശ്രമം നടന്നു എന്നൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ കമന്റ്, മനഃപൂർവ്വം ഒരു രക്തസാക്ഷി സൃഷ്ടിക്കാനുള്ള CPM ചില നേതാക്കളോട് മാത്രം അമിതമായ പ്രേമം കാണിക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ചും CPMന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ സമാനമായ അവസ്ഥ നേരിട്ടിരുന്നു. ആ കുടുംബത്തിലും സമാനമായ അന്വേഷണ ഉദ്യോഗസ്ഥർ ആ വീട്ടിലെത്തുകയും ആ വീട്ടിൽ പരിശോധന നടത്തുന്നു, മകനെ അടക്കം ചോദ്യം ചെയ്യുന്നു. സമാനമായ അവസ്ഥയുണ്ടായി. അവിടെ ഒരു CPM പ്രവർത്തകനെയും ED ഉദ്യോഗസ്ഥരെ തടയാനോ മുദ്രാവാക്യം വിളിക്കാനോ ഒന്നും കണ്ടില്ല. അവിടെ അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന കോടിയേരി ബാലകൃഷ്ണൻ തന്നെ പറഞ്ഞു, എൻ്റെ വീട്ടിലേക്ക് ആരും വരണ്ട, അന്വേഷണം അതിൻ്റെ വഴിക്ക് നീങ്ങട്ടെ എന്ന് നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ ഒരു സംസ്ഥാന സെക്രട്ടറി CPMനുണ്ടായിരുന്നു. ഇവിടെ മുൻ മുഖ്യമന്ത്രിയാണ് അദ്ദേഹം, പാർട്ടി സെക്രട്ടറി പോലുമല്ല. എന്നിട്ടും പിണറായിക്ക് മുമ്പിൽ അല്ലെങ്കിൽ പിണറായിയുടെ വീട്ടിൽ ED റെയ്ഡിനെത്തിയതോടുകൂടി CPM നേതാക്കൾ ഒന്നാകെ വിറങ്ങലിച്ചു എന്നുള്ളതാണ് കാണുന്നത്. CPM അണികളെല്ലാം മനോഹരമായി കബളിപ്പിച്ചിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. കാരണം തെരുവിലിറങ്ങി യുദ്ധം നടത്തുന്നു, അതും നിർണായക തെളിവുകളുടെ ഒരു കേസിൽ ED റെയ്ഡ് നടത്തുന്നതിൽ ആർക്കാണ് ഇത്ര പ്രശ്നം? അത് മടിയിൽ കനമില്ലാത്തവർ വഴിയിൽ പേടിക്കണ്ടല്ലോ. എന്നാലും അതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട വാർത്ത തലസ്ഥാനത്ത് നിന്നും വിനീഷ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റെയ്ഡ് കഴിഞ്ഞ പിണറായി വിജയന്റെ തിരുവനന്തപുരത്തെ വസതിയിൽ നിന്ന് മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ചതിന് പിന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്ന് പോലീസ്. പിണറായിയുടെ വസതിയിൽ നിന്ന് റെയ്ഡ് കഴിഞ്ഞ് മടങ്ങിയ ED സംഘത്തെ ആക്രമിച്ച സംഭവത്തിൽ സംസ്ഥാന സർക്കാരിനും പോലീസിനും ഗുരുതര വീഴ്ച. ഇക്കാര്യത്തിൽ സംസ്ഥാനത്തെ ഇന്റലിജൻസ് സംവിധാനവും പൂർണ്ണ പരാജയമായി. അതേസമയം റെയ്ഡ് മുൻകൂട്ടി അറിയിക്കാത്തത് സുരക്ഷയ്ക്ക് തടസ്സമായെന്നാണ് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ന്യായീകരണം. വിവരങ്ങൾ നൽകാൻ തലസ്ഥാനത്ത് നിന്നും വിനീഷ് ചേരുന്നുണ്ട്. വിനീഷെ, തലസ്ഥാനത്തെ കൊടുങ്കാറ്റൊക്കെ കെട്ടടങ്ങിയോ? എന്തായാലും കഴിഞ്ഞ ദിവസം കണ്ടത് ഒരു വല്ലാത്ത സംഭവമായി, വല്ലാത്തൊരു രാഷ്ട്രീയ കോലാഹലങ്ങൾക്ക് തുടക്കം കുറിച്ചൊരു സംഭവമായിരുന്നു. ഇന്ന് എങ്ങനെയാണ് അവിടുത്തെ സ്ഥിതി? ഒപ്പം ഇന്ന് എന്തൊക്കെ നടപടികളാകും ഉണ്ടാകുക? ഒപ്പം ചെന്നിത്തലയുടെയും അല്ലെങ്കിൽ കോൺഗ്രസ് സർക്കാരിന്റെ ഒരു ഇരട്ട നിലപാടും ഇക്കാര്യത്തിൽ വെളിവാകുന്നതല്ലേ? ഒന്നും ഞാൻ അറിയുന്നില്ല എന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. അശ്വതി, വിനോദേ, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നാലും വലിയ രാഷ്ട്രീയ കൊടുങ്കാറ്റ് തന്നെയാണ് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ വസതിയിലുണ്ടായത്, പ്രത്യേകിച്ച് വാടക വീട്ടിലെ വസതിയിലുണ്ടായത് എന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രാഷ്ട്രീയ കേരളം ആകെ ഉറ്റുനോക്കുന്ന ഒരു സംഭവമായിരുന്നു ഇന്നലെ ഉണ്ടായത് എന്ന കാര്യത്തിൽ സംശയമില്ല. ഇന്നലെ എക്സാലോജിക്കുമായി ബന്ധപ്പെട്ട വീണയുടെ ഇടപാടുകളിൽ അതിൽ അഴിമതിയുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള EDയുടെ അന്വേഷണവും ഒപ്പം തന്നെ EDയുടെ പരിശോധനകളും വീടിൽ വസതി നടത്തിയ പരിശോധനയിലും വലിയ രീതിയിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ പ്രത്യേകിച്ച് ഡിജിറ്റൽ രേഖകൾ, ഒപ്പം തന്നെ ബാങ്ക് അക്കൗണ്ടിൻ്റെ രേഖകൾ, മറ്റു നിക്ഷേപ തുകകൾ സംബന്ധിച്ചുള്ള രേഖകൾ, ഇതൊക്കെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ EDക്ക് ലഭിച്ചിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഒപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട വീഴ്ച സംസ്ഥാന പോലീസിന് സംഭവിച്ചതാണ്. സംസ്ഥാന പോലീസിന് ഏകദേശം 8 മണിക്കൂറാണ് കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രിയായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയന്റെ വീട്ടിൽ നിലവിലെ സാഹചര്യത്തിൽ പരിശോധന നടക്കുന്നത്. ആ 8 മണിക്കൂർ പരിശോധന നടക്കുമ്പോഴും സംസ്ഥാന പോലീസിന്റെ ഇന്റലിജൻസ് വിഭാഗവും സംസ്ഥാന പോലീസ് വിഭാഗവും പൂർണ്ണ പരാജയമായി നിൽക്കുന്ന കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കാരണം കൃത്യമായി പറഞ്ഞാൽ ഈ പരിശോധന കഴിഞ്ഞ് ED ഉദ്യോഗസ്ഥർ മടങ്ങുന്ന സമയത്ത്, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ മടങ്ങുന്ന സമയത്ത് അവർക്ക് കൃത്യമായ സംരക്ഷണം ഒരുക്കാൻ പോലീസിനോ സർക്കാർ സംവിധാനങ്ങൾക്കോ കഴിഞ്ഞിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം അവിടെയാണ് കോൺഗ്രസും CPMും തമ്മിലുള്ള ഒരു ഒത്തുകളി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം ആഭ്യന്തരമന്ത്രിയുടെ വായിൽ നിന്ന് തന്നെ അത്തരത്തിലുള്ള വാക്കുകൾ പുറത്തു വന്നിരുന്നു. നേരത്തെ ഈ റെയ്ഡിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നേരത്തെ പോലീസിനെ അറിയിച്ചിരുന്നില്ല. അതുകൊണ്ടാണ് ED ഉദ്യോഗസ്ഥർക്ക് മർദ്ദനമേൽക്കേണ്ടി വന്നത്, അല്ലെങ്കിൽ ED ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള ഒരു നിലപാടായിരുന്നു ഇപ്പോഴത്തെ ആഭ്യന്തരമന്ത്രിയായ രമേശ് ചെന്നിത്തല പറയുന്നത്. പക്ഷേ നമുക്ക് കൃത്യമായി തന്നെ സാധാരണക്കാരനായ ഓരോരുത്തർക്കും കൃത്യമായി മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത്. ED ഉദ്യോഗസ്ഥർ മുൻകൂട്ടി അറിയിച്ചുകൊണ്ട് ആരെയും ഒരിടത്തും റെയ്ഡിന് എത്താറില്ല. ഒപ്പം തന്നെ അത് സംസ്ഥാന പോലീസിൻ്റെ യാതൊരു വിധമായ ഒരു സഹായങ്ങളും ഒരുപക്ഷെ ഈ റെയ്ഡ് തുടങ്ങിയതിന് ശേഷം മാത്രമേ സംസ്ഥാന പോലീസിൻ്റെ ഉന്നത ഉദ്യോഗസ്ഥരെ വിവരങ്ങൾ EDയുടെ ഉദ്യോഗസ്ഥർ അറിയിക്കുകയുള്ളൂ. കാരണം മുൻകൂട്ടി അറിയിച്ചു കഴിഞ്ഞാൽ
കഴിഞ്ഞാൽ സംസ്ഥാന പോലീസിൽ നിന്ന് ഇത് ചോരുമോ എന്ന സംശയം ഇഡിക്കുണ്ട്. ആ ഘട്ടത്തിൽ അതുകൊണ്ട് തന്നെ മുൻകാലങ്ങളിലുള്ള റെയ്ഡുകൾ, ഇഡിയുടെ റെയ്ഡുകൾ നമ്മൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതും അത്തരത്തിൽ തന്നെയാണ്. റെയ്ഡ് ആരംഭിച്ചതിന് ശേഷം ഈ വിവരം പോലീസിനെ അറിയിക്കുകയാണ് ചെയ്തത്. അതിനുശേഷമാണ് പോലീസ് ഒരു പക്ഷേ ഈ ഇഡി ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കേണ്ടത്. പക്ഷേ ഇവിടെ സംഭവിച്ചതാകട്ടെ നമുക്ക് കൃത്യമായി തന്നെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നു. 8 മണിക്കൂർ പ്രതിപക്ഷ നേതാവായിരിക്കുന്ന പിണറായി വിജയൻ്റെ വീട്ടിൽ അല്ലെങ്കിൽ വീണയുടെ എക്സാലോജിക്കിൻ്റെ ഇടപാടിലെ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ റെയ്ഡ് വീട്ടിൽ പിണറായി വിജയൻ്റെ വീട്ടിൽ നടത്തുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ സമയത്ത് CPMൻ്റെ പ്രവർത്തകരും നേതാക്കളും ഓരോരുത്തരായി ഒരുമിച്ച് കൂടി അവിടെ പ്രതിഷേധം സൃഷ്ടിക്കുന്ന സാഹചര്യമുണ്ടായി. ആ പ്രതിഷേധം സൃഷ്ടിക്കുമ്പോൾ തന്നെ ഓരോ സാധാരണക്കാർക്കും അറിയാം ഇനി ഈ ഉദ്യോഗസ്ഥർ പുറത്തേക്ക് വരുമ്പോൾ കൃത്യമായ ആക്രമണം CPMൻ്റെ ഒരു രീതി അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. കൃത്യമായൊരു ആക്രമണം ഉണ്ടാകും. അത് ഒരുപക്ഷെ പിണറായിയുടെ വീട്ടിൽ ഇത്തരത്തിലുള്ള ഒരു ഇഡി പരിശോധന നടക്കുമ്പോൾ അത് സംസ്ഥാന CPMന് ഏൽക്കുന്ന വലിയ തിരിച്ചടിയാണ്. CPM നേതാക്കൾക്ക് ഏൽക്കുന്ന തിരിച്ചടിയാണ്. സംഘടനാ തലത്തിൽ CPMന് ഏൽക്കുന്ന തിരിച്ചടിയാണ്. ആ ഒരു പ്രശ്നം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സാധാരണക്കാർക്കറിയാം. അതുകൊണ്ട് കൃത്യമായ രീതിയിലുള്ള ഒരു സുരക്ഷ അല്ലെങ്കിൽ ഇഡി ഉദ്യോഗസ്ഥർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരുക്കേണ്ട സുരക്ഷ പോലീസ് ഒരുപക്ഷെ മനഃപൂർവ്വം ഒരുക്കിയില്ല. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കുന്നുണ്ട്. ഒരു സമരത്തെ പോലീസ് നേരിടുന്ന ലാഘവത്തോട് പോലും കഴിഞ്ഞ ദിവസത്തെ CPMൻ്റെ സമരത്തെ പോലീസ് ഈ ഒരു പ്രതിഷേധത്തെ പോലീസ് കണ്ടില്ല എന്നതാണ്. നമുക്കറിയാം ഉദ്യോഗസ്ഥർ ഇഡി ഉദ്യോഗസ്ഥർ 8 മണിക്കൂറത്തെ പരിശോധനയ്ക്ക് ശേഷം ഈ ഒരു പിണറായിയുടെ വാടക വീട്ടിലെ വസതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഉദ്യോഗസ്ഥർക്ക് സംരക്ഷണം ഒരുക്കേണ്ട അല്ലെങ്കിൽ അവരുടെ വാഹനം പുറത്തേക്ക് പോകേണ്ട സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് നോക്കുകുത്തിയായി നിൽക്കുന്ന കാഴ്ചയാണ് കണ്ടത്. ഒപ്പം തന്നെ ഈ CPM പ്രവർത്തകരെ പ്രതിരോധിക്കാനുള്ള ഉതകുന്ന തരത്തിലുള്ള പോലീസ് സേനയുടെ ബലം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പോലീസ് സേന അംഗങ്ങളെ അല്ലെങ്കിൽ ആ ഒരു സംവിധാനം ഒരുക്കേണ്ട ഈ പ്രവർത്തകരെയും നേതാക്കളെയും തടയേണ്ട സംവിധാനം ഒരുക്കേണ്ട ഒരു അത്തരത്തിലുള്ള മുൻകരുതലുകൾ പോലും സംസ്ഥാന പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ ഇഡി ഉദ്യോഗസ്ഥർ ആക്രമിക്കപ്പെട്ടത് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, കാണാനും സാധിക്കുന്നത്. നമുക്ക് ഓരോ സാധാരണക്കാരനും അത് കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത് ഇഡിയുടെ ഉദ്യോഗസ്ഥർ ഇന്ന് ഇഡി ഡയറക്ടർക്ക് ഇത്തരത്തിൽ കൃത്യമായ ഒരു റിപ്പോർട്ട് നൽകുന്നു. ഈ ആക്രമണം നടന്നത് കൃത്യമായ മുൻ തരത്തിലുള്ള ആസൂത്രണത്തിൻ്റെ ഭാഗമായാണ്. ഈ ആസൂത്രണം കൃത്യമായി തന്നെ CPM നേതാക്കൾ ഈ റെയ്ഡ് നടക്കുന്ന സമയത്ത് നടത്തിയിരിക്കുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആക്രമണം നടന്നത്. അത് സംസ്ഥാന പോലീസിനും സംസ്ഥാന ഇൻ്റലിജൻസ് സംവിധാനങ്ങൾക്കൊക്കെ തന്നെ കൃത്യമായി അറിയാമായിരുന്നു. എന്നിട്ട് പോലും നടപടി ഉണ്ടായില്ല എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും ഇഡി ഡയറക്ടറേറ്റിലെ ഈ ആക്രമണവുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടും ഇഡി ഉദ്യോഗസ്ഥർ ഇഡി ഡയറക്ടറേറ്റിന് നൽകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ഇഡിയും വിലയിരുത്തുന്നത് ഇത്തരത്തിൽ തന്നെയാണ്, ആക്രമണം ആസൂത്രണമായിരുന്നു എന്നതാണ്. അതിനുശേഷം ഒരുപക്ഷെ നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത് വലിയ രീതിയിലുള്ള പോലീസും കോൺഗ്രസ് നേതാക്കളും അല്ലെങ്കിൽ ഈ CPMനോട് ഇടപഴകി നിൽക്കുന്ന പോലീസ് സേനയാണ് നമുക്ക് പിന്നീട് കാണാൻ സാധിച്ചത്. അത് ഒരുപക്ഷെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ ഭാഗത്തു നിന്ന് പോലും നിലപാടുകൾ പുറത്തു വരുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത്തരത്തിൽ തന്നെയാണ്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, നിലവിൽ പാളയത്തെ CPMൻ്റെ ഏരിയ കമ്മിറ്റി ഓഫീസിൽ ഈ പ്രതികൾ ഒളിച്ചിരിക്കുമ്പോൾ ആ പ്രതികളെ കയറി പിടിക്കാനോ അല്ലെങ്കിൽ പ്രതികൾക്കായി യാതൊരു വിധമായ പ്രഷർ ചെലുത്താനോ പോലീസ് തയ്യാറാകുന്നില്ല. അവസാനം ഗത്യന്തരമില്ലാതെ ഓരോ പ്രതികളുടെ ദൃശ്യങ്ങളും മീഡിയ വഴി പുറത്തു വരുമ്പോൾ, മാധ്യമങ്ങൾ വഴി പുറത്തു വരുമ്പോൾ, പാർട്ടി ഓഫീസിനുള്ളിൽ നിൽക്കുന്നത് പുറത്തു വരും. അതെ, വിനീഷ, ഒരു കാര്യം കൂടി ചോദിക്കട്ടെ. ഇന്നലെ മുതൽ പറയുന്നുണ്ട് ഒന്നും കണ്ടെത്തിയില്ല, ഒരു നടപടി ഉണ്ടായില്ല, വെറുതെ ഇഡി ഉദ്യോഗസ്ഥർ വന്നുപോയി എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് അറിയേണ്ട ഒരു കാര്യം, വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകളും പുറത്തു വരുന്നുണ്ട്. ഒന്ന്, വീണ വിജയൻ്റെ ഫോൺ പിടിച്ചെടുത്തു എന്നുള്ളതാണ്. മറ്റൊന്ന്, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു. അത് ഇന്നലെ തന്നെ അറിഞ്ഞതാണ്, ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു എന്നുള്ള കാര്യം. ഫോൺ പിടിച്ചെടുത്തു എന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കൂടി ഇപ്പോൾ വരുന്നുണ്ടല്ലോ വിനീഷ്. തീർച്ചയായിട്ടും വിനോദ്, നിലവിലെ സാഹചര്യത്തിൽ കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് 3 അക്കൗണ്ടുകളാണ്. വീണ വിജയൻ്റെ 3 അക്കൗണ്ടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളും ഒപ്പം തന്നെ ആ അക്കൗണ്ടുകൾ മരവിപ്പിക്കാനുള്ള നടപടികളിലേക്ക് കഴിഞ്ഞ ദിവസം തന്നെ എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ കടന്നിരുന്നു. സമാനമായ സാഹചര്യത്തിൽ ഇന്നലെ റെയ്ഡ് നടക്കുന്ന സമയത്ത് ഡിജിറ്റൽ തെളിവുകൾക്കായി ഈ വീണ വിജയൻ്റെ ഫോണുകൾ ഇഡി ഉദ്യോഗസ്ഥർ പിടിച്ചെടുത്തിരുന്നു. അതിൻ്റെ പരിശോധന, അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന അടുത്ത ദിവസങ്ങളിൽ നടക്കും. ആ പരിശോധന
പരിശോധനാ ഫലം പുറത്തു വരുന്നത് വലിയ നിർണായകമായ വഴിത്തിരിവിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ വിലയിരുത്താൻ സാധിക്കുന്നത് നിലവിൽ ഈ ഫോണിൻ്റെ രേഖകൾ പുറത്തു വരുമ്പോൾ ED ഉദ്യോഗസ്ഥരും വിലയിരുത്തുന്നത് അത്തരത്തിൽ തന്നെയാണ്. ഈ ഫോണിൻ്റെ രേഖകൾ, ഫോണിനുള്ളിലെ ഡിജിറ്റൽ തെളിവുകൾ പുറത്തു വരുമ്പോൾ അത് വീണയ്ക്ക് വലിയ രീതിയിലുള്ള കുരുക്കാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് വീണയുടെ ഫോൺ പിടിച്ചെടുത്തതും അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകൾ ഇപ്പോൾ പുരോഗമിക്കുന്നതും.